ഹായ് ഡിയേഴ്സ്, കേരളത്തിൽ ഓഗസ്റ്റ് 4 ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന വാർത്തയുടെ അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ഏത് ക്ലാസ്സിലാണെങ്കിലും താഴെ കാണുന്ന ചാനലിൻ്റെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്ത നോട്ടിഫൈ മീ എനേബിൾ ചെയ്യാനും മറക്കില്ലേ. റെഡി? സോ നിങ്ങൾക്ക് എല്ലാവരുടെയും ഡൗട്ട് എന്താണെന്നറിയോ? നിങ്ങളുടെ ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് ആണല്ലോ, അങ്ങനെയാണെങ്കിൽ നാളെ അവധി കിട്ടാൻ സാധ്യതയുണ്ടോ? നിലവിൽ ഏതൊക്കെ ജില്ലകളിൽ അവധിയായി? എൻ്റെ ജില്ലകളിലേക്ക് അവധി വരാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ എൻ്റെ താലൂക്കിൽ അവധിയുണ്ടോ? ഇത്തരം സംശയങ്ങൾക്കുള്ള ഒരു ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റി സൊല്യൂഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് MS ഇപ്പോൾ ചെയ്യുന്നത്. റെഡി? അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ. ഇപ്പോൾ ഏറ്റവും ഫൈനലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ കറക്റ്റ് പറഞ്ഞു തരാം. ഈ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ച ജില്ലകളാണ് എണ്ണിക്കോ: പാലക്കാട്, ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട്, പത്തനംതിട്ട, കാസർഗോഡ്, തൃശ്ശൂർ, കോട്ടയം. ഇപ്പോൾ എത്ര ജില്ലയായി? 8 ജില്ലകളായി. സോ 8 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നിലവിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് 8 ജില്ലകൾ? ഏതൊക്കെയാണോടാ? യെസ്, കാസർഗോഡുണ്ട്, കണ്ണൂരുണ്ട്, കാസർഗോഡുണ്ട്, കോഴിക്കോടുണ്ട്, മലപ്പുറമുണ്ട്, തൃശ്ശൂരുണ്ട്, കോട്ടയമുണ്ട്, പത്തനംതിട്ടയുണ്ട്, ആലപ്പുഴയുണ്ട്, പാലക്കാടുണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റ് 2 ജില്ലകളുടെ അവസ്ഥ എന്താ? യെസ്, കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി, പയ്യന്നൂർ, തള്ളിപ്പറമ്പ് തുടങ്ങിയ താലൂക്കുകളിൽ അവധിയാണ്. അതുപോലെ വയനാട് ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് മാത്രമാണ് അവധിയുള്ളത്. ഇന്നലെയും മെനിയാന്നൊക്കെ ആയിട്ട് ഇന്നുമൊക്കെ ആയിട്ട് വയനാട് ജില്ല കംപ്ലീറ്റ് അവധിയായിരുന്നു. എന്നാൽ നാളെ വയനാട് ജില്ലയിലെ നിരവധി സ്കൂളുകൾ പ്രവർത്തിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടി ഇവിടെയുണ്ട്. സോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വാർത്ത ഷെയർ ചെയ്യുക. 8 ജില്ലകളിൽ പൂർണ്ണമായും, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഭാഗികമായിട്ടുമാണ് സ്കൂളുകൾ അടഞ്ഞുകിടക്കുന്നത്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വാർത്ത ഷെയർ ചെയ്യണം. താഴെയുള്ള അക്കൗണ്ട് ഫോളോ ചെയ്യുക. നമ്മുടെ MS സൊല്യൂഷൻസിൻ്റെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കല്ലേ.